ഹലോ, ഗുഡ് മോർണിംഗ്. രാധ സോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ചെമ്പനീർ പൂവിൻ്റെ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ രേവതി അവിടെ ഇല്ലാത്തതുകൊണ്ട് പൂക്കൾ എടുക്കാൻ ഒരു സ്ത്രീ വരുന്നുണ്ട് അവിടെ. അപ്പോൾ പൂക്കാരിയമ്മേ എന്ന് വിളിക്കുന്നുണ്ട്. അത് ചന്ദ്രയ്ക്ക് ഭയങ്കര കുറച്ചിലാവും. മാത്രമല്ല, വർഷയുടെ അമ്മ മഹിമ വന്നിട്ടും പൂക്കൾ മഹിമ മനഃപൂർവ്വം അവരെ അപമാനിക്കാൻ വേണ്ടി ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ. പൂവും വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ പറയും, ഇത് നല്ല ഐഡിയയാണ്, നല്ല വരുമാനമല്ലേ, പൂക്കച്ചവടം ചെയ്തോളൂ ചന്ദ്ര എന്നൊക്കെ പറഞ്ഞ് ശരിക്കും അപമാനിച്ചു. ആ സ്ത്രീയുടെ ഉദ്ദേശം അതാണ്. അവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് മകളെയും മരുമകനെയും കൂടെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവുക. അതാണ് അവരുടെ ശരിക്കുള്ള ഉദ്ദേശം. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് അവർ പോകും. അപ്പോൾ പറയും, വർഷം വന്നിട്ട് പോയാൽ പോരെ നോക്കിയപ്പോൾ പറയും, ഇല്ല ഞാൻ പിന്നെ ഒരു ദിവസം വരാം, എനിക്കിന്ന് വൈകുന്നേരം ഒരു ഫംഗ്ഷൻ ഉണ്ട്, അപ്പോൾ അതിന് പോകണം, അതുകൊണ്ട് അപ്പോൾ ഇവിടെ ഇപ്പോൾ പൂവ് കൊടുക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് അവർക്ക് ഏറ്റവും ദേഷ്യം എന്താണെന്നുള്ള കാര്യം വർഷയുടെ അമ്മയ്ക്ക് മനസ്സിലായി. ഈ പൂക്കച്ചവടം അവിടെ ചെയ്യുന്നവർക്ക് വലിയ ഇഷ്ടമില്ലാത്ത കാര്യമാണെന്നുള്ളത്. അങ്ങനെ അവിടുന്ന് അവരുകൊണ്ട് ഇറങ്ങി പോകുമ്പോഴേക്കും ശ്രീകാന്തും വർഷയും കൂടെ വരികയാണ്. അപ്പോൾ അവർ വിളിക്കുമ്പോൾ ശ്രീകാന്ത് വിളിക്കും, അമ്മ പോവാണ്, അമ്മ വന്ന് ഭക്ഷണം കഴിച്ചിട്ടൊക്കെ പോയാൽ മതി പറഞ്ഞിട്ട് അമ്മ വിളിക്കുന്നുണ്ട്. അല്ല പോട്ടെ മോനെ, ഇന്ന് വൈകുന്നേരം ഒരു ഫംഗ്ഷൻ ഉണ്ട്, അതിന് പോകണപ്പോൾ അവിടെ പൂവുണ്ട്, പൂവ് ഉണ്ടായിരുന്നു, അപ്പോൾ കുറച്ച് പൂവും കൂടെ ഇവിടുന്ന് വാങ്ങിയിരുന്നു, പിന്നെ വേറെ ഇവിടുന്ന് വാങ്ങണ്ടല്ലോ പൂവ്, അതുകൊണ്ട് പൂവ് ഇവിടുന്ന് വാങ്ങിയിട്ടാണ് പോണത് എന്നൊക്കെ പറയും. അപ്പോൾ വാ അമ്മ കുറേ നേരമായി വന്നിട്ട് എന്നൊക്കെ വർഷം ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയും, ഇല്ല മോളെ, കുറച്ച് നേരം ഞാൻ പോവാം, നിങ്ങളെ കാണാൻ വേണ്ടി വന്നതാണ്, ഞാൻ പോവാന്ന് പറയും. അപ്പോൾ ശ്രീകാന്ത് അങ്ങനെ അകത്തേക്ക് അങ്ങോട്ട് കയറി പോകുമ്പോൾ പിന്നെ മഹിമ വർഷയോട് പറയും, നിനക്ക് ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ നിനക്ക് അവിടെ ഒരു വീടുണ്ട്, നീ ശ്രീകാന്തിനെയും കൂട്ടിയിട്ട് അങ്ങോട്ട് വന്നോളൂ ഉണ്ട് പറയും. അപ്പോൾ പറയും, അമ്മ എന്തിനപ്പോൾ അതൊക്കെ പറയണേ നോക്കും. അപ്പോൾ അതൊക്കെ ഉണ്ട് എന്ന് പറയും. അപ്പോൾ അത് മറക്കണ്ട, അതൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുകയാണ്. അതിലൊന്നും ഇങ്ങനെ മിണ്ടാണ്ടങ്ങനെ നിൽക്കും. വർഷയ്ക്ക് സംഭവം മനസ്സിലല്ല, കാരണം അവരുടെ മനസ്സിലിരിപ്പ് അത് തന്നെയാണ്. ഇപ്പോഴും മകളെ മരുമകനെ അങ്ങോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് തന്നെയാണ് അവരുടെ മനസ്സിലിരിപ്പം. അവിടുന്ന് പിന്നെ അവർ പോവുകയും ചെയ്യും. തിരിച്ച് വീട്ടിൽ കയറി ചെല്ലുമ്പോൾ ചന്ദ്ര കാണാൻ ഈ പൂവും സഞ്ചിയിൽ പൂക്കളുമായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആകെ അപമാനം ആയ പോലെയാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ അവർ കഴിയുമ്പോൾ വർഷം ഒന്നും ഇല്ലാണ്ട് പറയുന്നു, കാരണം അതൊരു പൊട്ടിക്കളിയില്ലേ, അത് ഇങ്ങനെ അറിയാം. അമ്മ എന്തായാലും ആൻറ്റി എന്തായാലും പൂവൊക്കെ ആൾക്കാർ വന്നപ്പോൾ പൂവൊക്കെ എടുത്ത് കൊടുത്തല്ലേ രേവതി ചേച്ചിക്കൊരു സഹായമായി. എന്തായാലും അമ്മ ഇവിടെ വെറുതെ ഇരിക്കില്ല, ആ പൂക്കടയിൽ പോയി നിന്നിട്ടുണ്ടെങ്കിൽ രേവതി ചേച്ചിക്കൊരു സഹായം ആവില്ലേ എന്നറിയാം. അവൾ നല്ല കാര്യമാണ് പറയുന്നുണ്ട്, പക്ഷെ അവർക്ക് അത് കൂടുതൽ അപമാനമായിട്ട് തോന്നണേ. അത് കഴിഞ്ഞിട്ട് അവളങ്ങനെ റൂമിലേക്ക് കയറി പോവുകയും ചെയ്യും. പിന്നുള്ളത് ഈ സഞ്ചിയിലെ ഈ പൂവും പിടിച്ചിങ്ങനെ ദേഷ്യം പിടിച്ച് നിൽക്കുകയാണ്. അപ്പുറത്ത് രേവതി ഉണ്ട്. എന്നിട്ട് ആ പൂവ് അങ്ങനെ വലിച്ചെറിയണം അവർ മേശയുടെ മുകളിലേക്ക്. ഇതിൻ്റെ മുകളിലാണ് തോന്നുന്നത് പിന്നുള്ളത്. എന്നിട്ടും അറിയും, പിന്നെ അവളുടെ അമ്മ എന്നെ വന്നിട്ട് അപമാനിച്ചു, പിന്നെ അവളുടെ മകളെ ഞാൻ എങ്ങനെയാണ് നോക്കുന്നത്, എന്നിട്ട് അവളെന്നെ വേറൊരു പൂക്കാരിയാക്കി വെച്ചു, നമ്മൾ താഴ്ന്നു കൊടുക്കുമ്പോൾ എൻ്റെ തലയിൽ കയറിയാണ് അവൾ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് മഹിമേനെ കുറേ കുറ്റം പറയും അവിടെ നിന്നിട്ട്. അത് മകളെ എന്നെ വേറൊരു പൂക്കച്ചവടക്കാരിയാക്കി, എന്നോട് പൂക്കടയിൽ വന്നിരിക്കാൻ പറഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ നിന്ന് പിന്നെയും. അപ്പോൾ ഇങ്ങനെ ശ്രുതി ഇങ്ങനെ മുഖത്തേക്ക് നോക്കി, ഇവർക്കെന്താ ഭ്രാന്തായോ എന്ന് ഇങ്ങനെ ചോദിക്കും, ഇവർക്കെന്താ ഈ കാട്ടറി കൂട്ടണത്. അപ്പോൾ ആൻറ്റി അത് പോട്ടെ ആൻറ്റി, ക്ഷമിക്കില്ല, ആ പൂക്കട അവിടെ ഉള്ളതുകൊണ്ടല്ലേ ഞാൻ ഇത്ര അപമാനിക്കപ്പെട്ടത്. അപ്പോൾ പിന്നെ അതുമല്ല, പിന്നെ വർഷ കേട്ടോ ഞാൻ വർഷയെ ചീത്ത പറഞ്ഞത് നോക്കും. വർഷേനെയും കുറേ ചീത്ത പറയുന്നുണ്ട്. അപ്പോൾ അറിയില്ല, അവൾ റൂമിലാണ് അറിയും. ഇനി എന്താ ചെയ്യുക, ഇതിന് എന്തെങ്കിലും ഒരു പോംവഴി കാണല്ലോ, ഞാൻ ഇങ്ങനെ നാണം കാണാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായി, അങ്ങനെ എന്നൊക്കെ പറയും. അപ്പോൾ പറയും, ആൻറ്റി നമുക്ക് എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കാം എന്നറിയാം. അപ്പോൾ ഭാമേനെ വിളിക്കാമെന്ന് പറയും. അങ്ങനെ ഭാമേനെ വിളിക്കുകയാണ്. ഭാമ നടന്ന് വരും, ഇങ്ങനെ എവിടെ കടയിലെന്തോ പോയിട്ട് വരുന്ന സമയത്ത് ഭാമയെ വിളിക്കും. ഭാമയെ നീ എവിടെ വയ്ക്കുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കാറ്, അപ്പോൾ ഞാൻ നിന്നോടൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചറിയാം. അപ്പോൾ എന്താ പറയുക എന്നറിയാം, എന്താ ചന്ദ്രയെന്ന് വയ്ക്കുമ്പോൾ അപ്പോൾ പറയാം, വേണ്ട അത് എൻ്റെ മനസ്സിൽ തന്നെ ഇരിക്കട്ടെ, ആൾക്കാർ എന്നെക്കുറിച്ച് എന്തൊക്കെയാണ് പറയുന്നതെന്ന് അറിയാമോ എന്ന് വയ്ക്കും. ഇല്ല എനിക്കറിയില്ല, നിന്നെക്കുറിച്ച് എന്താ ആൾക്കാർ പറഞ്ഞു വയ്ക്കുമ്പോൾ പറയും, അതിനിപ്പോൾ എൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കട്ടെ, നീ അറിഞ്ഞാൽ നീ എന്നെ കളിയാക്കുള്ളൂ, അതുകൊണ്ട് നീ അറിയണ്ട, നിന്നോടൊരു സഹായം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ വിളിച്ചത്, അതുകൊണ്ട് ഇനിയിപ്പോൾ നീ അത് അറിഞ്ഞു കഴിഞ്ഞാൽ നീ എന്നെ കളിയാക്കും, അതുകൊണ്ട് ഞാൻ നിന്നെ വിളിക്കുന്നില്ല. അപ്പോൾ പറയുക, അതല്ല അത് പറയൂ, എന്താ സംഭവം എന്താണെന്ന് പറയൂ. വേണ്ട ഞാൻ നിന്നെ വിളിച്ചത് അബദ്ധമായി, ഞാൻ ഈ നാട്ടുകാരിയേ അല്ല, നിന്നെ ഞാൻ അറിയുക പോലുമില്ല, എന്തൊക്കെയോ പറയും. ഒരു ഡിപ്രഷൻ കയറിയ പോലെ.
എന്നിട്ട് പറയും ഞാൻ നിന്നെ ഒരു സഹായത്തിന് വിളിച്ചിട്ടുമില്ല, ബാമയെ ഫോൺ വെച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫോൺ വെക്കും. അപ്പോൾ ബാമയ്ക്കാണെങ്കിൽ ഇത് മുഴുവൻ കേൾക്കാഞ്ഞിട്ടാണെങ്കിൽ ഉറക്കമില്ല. ബാമ പറയും ഷടാ ഇതിപ്പോൾ എന്താ ഇത് കഥ, ചന്ദ്ര വിളിച്ചിങ്ങനെയൊക്കെ പറയുകയും ചെയ്തു, പിന്നെ ഒന്ന് മുഴുവനായിട്ട് പറഞ്ഞിട്ടുമില്ല, ഇതിപ്പോൾ എന്താ ഇത് കഥ എന്ന് നോക്കി. അപ്പോൾ എന്നാൽ അതിനൊന്ന് വിളിച്ച് നോക്കട്ടെ എന്നിട്ട് അങ്ങനെ ശ്രുതിനെ വിളിക്കും. അപ്പോൾ ശ്രുതിനെ വിളിച്ചിട്ട് എന്തിനാ അമ്മ ചന്ദ്ര എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, എന്താ മോളെ കാര്യം എന്ന് നോക്കിയപ്പോൾ ശ്രുതി വിവരങ്ങളൊക്കെ പറയും. അത് ഭയങ്കര ഇൻസൾട്ടായിട്ട് തോന്നി, അത് മഹിമാരി വന്നിട്ടും പൂക്കളൊക്കെ വാങ്ങിച്ചു. രേവതി ഇവിടെ അല്ല, രേവതി പിന്നെ പൂവും കൊണ്ട് പോയിരിക്കുകയാണ്. അപ്പോൾ ഒരു സ്ത്രീ വന്നിട്ട് ഇങ്ങനെ പൂക്കാരിയമ്മേനെ കുറിച്ച് അങ്ങനെ ഉണ്ടായ സംഭവം അവൾ പറയുന്നുണ്ട് ചന്ദ്രനെ ബാമയുടെ അടുത്ത്. ഓ അതാണോ കാര്യം എന്ന് പറയും. അതിനിപ്പോൾ എന്താ ഇപ്പോൾ ചെയ്യാറിയും. അങ്ങനെ അത് വെക്കുമ്പോഴേക്കും ഫോൺ കട്ട് ചെയ്യുമ്പോഴേക്കും ചന്ദ്ര വരും ശ്രുതിയുടെ. നിന്നെ ആരെ ഫോൺ ചെയ്ത് വയ്ക്കുക, അത് ബാമാൻ്റിയാണ് വിളിച്ചത് ആൻറ്റി അറിയും. അപ്പോൾ ബാമന്തിരെ നിന്നെ വിളിച്ച് ആൻറ്റിയെ വിളിച്ചിട്ട് ആൻറ്റി എന്തൊക്കെയോ പറഞ്ഞു, എന്താണെന്ന് മനസ്സിലായില്ല, അത് വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് എന്നെ വിളിച്ചത് പറയും. അപ്പോൾ പറയും പിന്നെ എന്താണ് എന്നിട്ട് നീ പറഞ്ഞോ എന്നറിയും. ഞാൻ വിവരങ്ങളൊക്കെ പറഞ്ഞു. നീ എന്തിനാ അവളോട് ഇതൊക്കെ പറയാൻ പോയത്, അവൾ ഇനി അത് എല്ലാവരോടും കുട്ടിയൊക്കെ ഇഷ്ടം നടക്കില്ല, എന്നെ കളിയാക്കില്ലേ, നീ എന്തിനാ അത് പറഞ്ഞത് അറിയും. അത് ആൻറ്റി ഒന്നും പറയാത്തതുകൊണ്ടല്ലേ അവർ എന്നെ വിളിച്ചത്, ഞാനാണെങ്കിൽ എങ്ങനെ കള്ളം പറയുക, അതുകൊണ്ടാണ് ഞാൻ അവരോട് സത്യം പറഞ്ഞത് പറയും. ഇനിയിപ്പോൾ എന്താ ചെയ്യുക, എനിക്ക് വയ്യ, ഞാൻ ആകെ നാണം കെട്ടു, ഇതിലും കൂടുതൽ ഇനി എന്ത് നാണം കെടാനുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ദേഷ്യവും സങ്കടവും ഒക്കെ കൂടെ വരികയാണ് നമ്മുടെ എന്താ പറയുക ചന്ദ്രയ്ക്ക്. അതിൽ പറയും ഒരു കാര്യം ചെയ്യാം ആൻറ്റി, ഞങ്ങൾ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കണം, ആ പൂക്കടയെ അവിടെ നിന്ന് എടുത്ത് പോകണം, അപ്പോൾ അതിനെന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കണം എന്നറിയും. ഒരു വഴിയുണ്ട് പറയും മറ്റേ ശ്രുതി. അപ്പോൾ പറയും എന്താ, ആളുകളെ വിട്ടിട്ട് നമുക്കത് രാത്രിയിൽ വല്ല കടലിലോ അല്ലെ കായലിലോ പുഴയിലോ കൊണ്ടുപോയിടാൻ വേണ്ടി പറയാം എന്നറിയും. അതൊന്നുമല്ല ആൻറ്റി, അതൊരു കാര്യമുണ്ട് പറയും. ഇപ്പോൾ അതെന്താ ചോദിക്കുകയാണ്. അപ്പോൾ പറയും ഇവരിപ്പോൾ ഒരു പൂക്കട അവിടെ തട്ടിക്കൂട്ടി വെച്ചു എന്നല്ലേ ഉള്ളൂ, അത് ശരിക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ല, കോർപ്പറേഷൻ അറിയാണ്ട് അത് ചെയ്യാൻ പാടില്ല, കോർപ്പറേഷന് നമുക്കൊരു കംപ്ലയിൻറ്റ് കൊടുക്കാമെന്ന് പറയും. അപ്പോൾ പറയും കംപ്ലയിൻറ്റ് കൊടുത്താലോ, കംപ്ലയിൻറ്റ് കൊടുത്തിരുന്നാൽ അവർക്ക് കോർപ്പറേഷനിൽ വന്നിട്ട് അവരത് എടുത്തുകൊണ്ട് പോയിക്കോളും, അത് പിന്നെ നമ്മളാണെന്ന് അറിയൂല എന്നറിയാം. ഇങ്ങനെ ഫുട്പാത്തിലൊന്നും വെച്ച് ഇങ്ങനെ കച്ചവടം ചെയ്യാൻ പാടില്ല, കോളനിയിൽ ആർക്കെങ്കിലും പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് നമുക്കൊന്ന് കംപ്ലയിൻറ്റ് ചെയ്യാമെന്ന് പറയാം. അത് നല്ല ഐഡിയ ആണ്, എന്നാൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് കോർപ്പറേഷനിൽ വിളിക്കുകയാണ്. അങ്ങനെ കോർപ്പറേഷനിൽ വണ്ടി വന്നിട്ട് ഇവളുടെ നമ്മുടെ രേവതിയുടെ പൂക്കട അവിടെ നിന്ന് എടുത്തും കൊണ്ട് പോവുകയാണ് കേട്ടോ. എല്ലായിടത്തും ലോറിയിൽ എടുത്തിടുമ്പോഴേക്കും നമ്മുടെ രേവതി പോയിട്ട് തിരിച്ച് വരികയാണ്. തിരിച്ച് വരുന്ന സമയത്താണ് ഇതൊക്കെ കൊണ്ടുവന്നത്. അപ്പോൾ രേവതി നിങ്ങൾ എന്താ കാണിക്കണമെന്ന് വെച്ചിട്ട് ഓടി വരുന്നുണ്ട്. അപ്പോൾ പറയും നിങ്ങൾ ഇത് എൻ്റെ പൂക്കടയാണ് സാർ, ഞാൻ എന്തിനാണ് സാർ ഇതെടുത്ത് കൊണ്ടുപോകണം പറയുമ്പോൾ നിങ്ങളുടെ പൂക്കട, നിങ്ങളിതിങ്ങനെ കോർപ്പറേഷനിൽ പറയാതല്ലേ പിന്നെ പൂക്കച്ചവടം ചെയ്യണമെന്ന് പറയും. സാർ പൂക്കച്ചവടമല്ല, അല്ലാണ്ട് വേറെ ഒന്നുമില്ല, അങ്ങനെ നിരോധിതമായിട്ടുള്ള സാധനങ്ങളൊന്നും അല്ലല്ലോ ഞാൻ വെക്കുന്നത്, ഞാൻ വെറും പൂക്കളല്ലേ വെക്കുന്നത്, അങ്ങനെ ചെയ്യാൻ പാടില്ല, അത് ആൾക്കാർക്ക് ഡിസ്റ്റർബ് ആവും, നിങ്ങൾ ഈ ഇവിടെ ഇരുന്ന് പൂക്കച്ചവടം ചെയ്ത് മാത്രമല്ല പൂക്കളൊക്കെ വീണ് അഴുകി കഴിഞ്ഞാൽ കൊതു പെരുകും, അതൊക്കെ പ്രശ്നമാണ്. അപ്പോൾ സാർ എവിടെ സാർ ഇവിടെ പൂവിൻ്റെ ഒരു അംശം പോലും ഞാനിവിടെ ഇടുന്നില്ല, എന്നാലല്ലേ ചീഞ്ഞ് കൊതുക്കൾ വരിക, അതൊന്നുമില്ലല്ലോ സാർ, ഞാൻ വളരെ നീറ്റായിട്ടാണ് കൊണ്ട് നടക്കേണ്ടത് സാർ, ഇങ്ങനെയൊന്നും ചെയ്യരുത്, പാവങ്ങളെ വയറ്റത്തടിച്ചിട്ട് ചെയ്യരുത് സാർ. അതുകൊണ്ട് ഉള്ള അങ്ങനെ താണ് കേട് കരയും. ഈ സീനൊക്കെ കാണാൻ ചന്ദ്രയും പിന്നെ മരുമകളും ശ്രുതിയും അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടുകൊണ്ട് അവർ നിന്ന് ചിരിയാണ്. രേവതി അവരെ കയ്യും കാലും പിടിക്കുന്നതും ഒക്കെ കണ്ടിട്ട് അവർ സാർ കൊണ്ടുവരുത് സാർ, ഞങ്ങളെപ്പോലുള്ള ആൾക്ക് ജീവിക്കണ്ടേ സാർ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ കരയും പറയും ചെയ്യുന്നുണ്ട് കേട്ടോ. സമ്മതിക്കില്ല. എന്ത് ചെയ്തിട്ടും അവർ ഈ പൂക്കട എടുത്തും കൊണ്ടുപോകാൻ ഇതാക്കില്ല. അവർ പറയും നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല, ഇവിടുന്ന് കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട്, കംപ്ലയിൻറ്റിനനുസരിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് അറിയാം. സാർ ആരാ കംപ്ലയിൻറ്റ് ചെയ്തറിയാം, അതൊന്നും ഞങ്ങൾക്ക് പറയാൻ പാടില്ല അറിയാം. അയാൾ ഓഫീസർ കയറ്റടോ സാധനങ്ങളൊക്കെ കയറ്റിയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആൾക്കാർക്ക് ഇങ്ങനെ നിർദ്ദേശം കൊടുക്കുകയാണ് അയാൾ. അപ്പോൾ സാർ പ്ലീസ് സാർ കൊണ്ടുവരുത് സാർ, എൻ്റെ ഭർത്താവ് എനിക്ക് ഇട്ട് തന്നതാണ് സാർ, കൊണ്ടുവരുത് സാർ എന്ന് പറഞ്ഞിട്ട് ഇവളിങ്ങനെ പിന്നാലെ നടക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി, ഞങ്ങൾക്ക് ഇതിലൊന്നും ചെയ്യാൻ നിവർത്തിയില്ല, നിങ്ങൾ വേറെ എന്തെങ്കിലും വഴി നോക്കൂ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അവസാനം അപ്പോഴേക്കും രവി ഓടി വരും. മോളെ എന്താ മോളെ വയ്ക്കുമ്പോൾ അച്ഛ നമ്മുടെ പൂക്കട എടുത്തും കൊണ്ട് പോകണമെന്ന് വെച്ചാൽ എന്ന് പറയും. അപ്പോൾ സാർ എന്താണ് സാർ എന്താ പ്രശ്നം എന്ന് വയ്ക്കുമ്പോൾ പറയും ഇങ്ങനെ ഫുട്പാത്തിൽ പിന്നെ ആൾക്കാർക്ക് നടക്കുന്ന വഴിയിൽ വാഹനങ്ങൾ പോണ വഴിയിൽ ഇങ്ങനെ പൂക്കട വിടാൻ പാടില്ല, അത് കോർപ്പറേഷനിൽ നിയമാനുസൃതമല്ല, തെറ്റാണ് എന്നൊക്കെ പറയും. അല്ലെങ്കിൽ സാർ അതിന് ഇഷ്ടം പോലെ സ്ഥലമുണ്ടല്ലോ, വണ്ടികൾക്ക് പോകാനും ആൾക്കാർക്ക് നടന്നു പോകാനും ഇഷ്ടം പോലെ സ്ഥലമുണ്ടല്ലോ, പിന്നെ ആരാ സാർ കംപ്ലയിൻറ്റ് തന്നത് വയ്ക്കുമ്പോൾ ഈ കോളനിയിൽ നിന്ന് തന്നെ ഒരു കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട് അങ്ങോട്ടാണ് അറിയാം. പറയും ആര് സാർ കംപ്ലയിൻറ്റ് പറഞ്ഞു വെച്ചപ്പോൾ ഇവർക്കൊരു വിറയലുണ്ട്.
ഉള്ളിൽ ശ്രുതിക്കും ചന്ദ്രയ്ക്കും അവരിങ്ങനെ മുഖത്തോട്ട് നോക്കുമ്പോൾ ശ്രുതി അറിയും നിൽക്ക് എന്നറിയും. അപ്പോൾ പറയും ഞങ്ങൾക്ക് അങ്ങനെ കംപ്ലൈൻറ്റ് തന്നവരുടെ പേര് പറയാൻ പറ്റില്ല എന്ന് പറയും. പക്ഷേ ഞങ്ങൾക്കിത് കൊണ്ടുപോയേ പറ്റുള്ളൂ. കാരണം ഇതിപ്പോൾ ഞാൻ പോട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് മേലെ അങ്ങോട്ട് മുകളിലേക്ക് പോകും. പിന്നെ അവിടുന്ന് പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്കത് പ്രശ്നമാണ് എന്നറിയാം ഓഫീസറെ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിലൊന്നും ചെയ്യാൻ നിവർത്തിയില്ല എന്ന് പറയും. സാർ ഒരു പൂക്കടല്ലേ, പൂക്കടം കൊണ്ട് ആർക്ക് സാർ ഉപദ്രവം എന്നൊക്കെ രവിയും കുറേ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയും അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ വേറെ എന്തെങ്കിലും നോക്കുന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ അങ്ങനെ നിർബന്ധമായിട്ട് ഈ പൂക്കട അവിടുന്ന് എടുത്തും കൊണ്ട് പോവുകയാണ്. പിന്നെ നമ്മുടെ ഇത് നിന്ന് കരയുന്നുണ്ട്, ഭയങ്കര കരച്ചിലാണ്. അങ്ങനെ ഈ ഇതൊക്കെ എടുത്തിട്ട് വണ്ടിയിലെടുത്ത് വെക്കുകയാണ്. വണ്ടിയിലെടുത്തിട്ട് അവൾ പിന്നാലെ ഓടുകയാണ് കേട്ടോ. ഈ പൂക്കട കൊണ്ടുവന്ന് നോക്കിയിട്ട് പിന്നാലെ വണ്ടിയിട്ട് പിന്നാലെ രവി പിന്നാലെ പോയിട്ട് മോളെ നീ എന്തായി ചെയ്യണമെന്ന് വെച്ചിട്ട് ഇങ്ങനെ പറയുക. സങ്കടം വരും നമുക്ക് ആ ഒരു സിറ്റുവേഷൻ കണ്ടു കഴിഞ്ഞിട്ട്. അങ്ങനെ വണ്ടിയിലെടുത്ത് വെച്ചിട്ട് പൂക്കട കൊണ്ടുപോയി. ഒരു പിക്കപ്പ് വാനിലാണ് എടുത്തുകൊണ്ട് പോകുന്നത് തന്നെ. അവൾ പിന്നാലെ ഓടി നടക്കുകയാണ്. അപ്പോഴേക്കും അവരവിടെ ആഹ്ലാദിക്കുക, അമ്മായിയമ്മയും മരുമകളും കൂടെ ഭയങ്കര സന്തോഷം. അങ്ങനെ അത് കൊണ്ടുപോകുമ്പോൾ രവി കൂട്ടിയും കൊണ്ട് വരും, ആ മോളെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൂട്ടിയും കൊണ്ട് പോരണം. നമ്മളെ രേവതി കരച്ചിൽ. അത് കഴിഞ്ഞ് പിന്നെ വീട്ടിൽ അവൾ ചെല്ലുകയാണ്. അപ്പോൾ കയ്യിൽ പൂക്കളും ഉണ്ട് അവൾക്ക് വേണ്ടിയിട്ട്. ഈ പൂക്കൾ കെട്ടാൻ വേണ്ടി അവൾ കുറച്ച് പൂമാല കെട്ടാൻ വേണ്ടി കുറച്ച് 2 ബെഗ് ഷോപ്പറിലാക്കിയിട്ട് കുറച്ച് പൂക്കളും അവളുടെ കയ്യിലുണ്ട് കേട്ടോ. അപ്പോൾ അതും കൊണ്ടാണ് അവൾ വന്നത്. അങ്ങനെ ആ സിറ്റ് ഔട്ടിലിരുന്നിട്ട് ഇങ്ങനെ കരയുന്ന സമയത്താണ് നമ്മുടെ സച്ചി അങ്ങോട്ട് വരുന്നത്. സച്ചി വരുമ്പോൾ എന്താ രേവതി എവിടെ നമ്മളെ പൂക്കട അവിടെ കാണുന്നില്ലല്ലോ രേവതി, എവിടെ നമ്മുടെ പൂക്കട എന്ന് പറയുമ്പോഴേക്കും സച്ചിനെ ഇങ്ങോട്ട് കെട്ടിപ്പിടിച്ച് കരയുക. പൂക്കട അവർ കൊണ്ടുപോയി സച്ചിയേട്ടാന്ന് പറഞ്ഞിട്ട് കരയുകയാണ് ഭയങ്കരമായിട്ട്. അപ്പോൾ എന്താ സംഭവം എന്ന് ചോദിക്കുന്നുണ്ട് സച്ചി. അപ്പോൾ പറയും കോർപ്പറേഷനിൽ വന്നിട്ട് അത് എടുത്തുകൊണ്ട് പോയി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കരയുന്നുണ്ട് നമ്മളുടെ രേവതി. അതാണ് ഇന്നത്തെ നമ്മുടെ ചെമ്പനീർ പൂവിൻ്റെ കഥ. അപ്പോൾ ചെമ്പനീർ പൂ ആരും മിസ് ചെയ്യേണ്ട. കാരണം ഇന്നത്തെ വല്ലാത്ത നമുക്ക് മനസ്സിന് വല്ലാണ്ട് വിഷമമുണ്ടാക്കുന്ന ഒരു സീനാണ് ഇന്നത്തെ ചെമ്പനീർ പൂ. ആരും മിസ് ചെയ്യേണ്ട. കാരണം അതുപോലെ എൻ്റെ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. താങ്ക് യു.